ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അതിൻ്റെ കൂടെ ഞാൻ പനീർ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. അരി നമുക്ക് നന്നായി കഴുകിയെടുത്തിട്ട് വരാം. കഴുകി കൊണ്ടുവന്ന അരിയിലേക്ക് കുതിരാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റോളം ഈ അരി വെള്ളത്തിലൊന്ന് കുതിർന്നു വരട്ടെ. റൈസ് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം സ്റ്റവിൽ വെച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതുപോലെ പിഴിഞ്ഞെടുത്തത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്യാം. റൈസിലേക്ക് ആവശ്യമായ ഉപ്പ്, വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി റൈസ് നന്നായിട്ടൊന്ന് വേകട്ടെ. വെന്ത് കഴിയുമ്പോൾ നമുക്കിത് വാർത്തെടുക്കാം. റൈസ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എടുത്ത് വാർത്ത് വയ്ക്കാം. ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തു വയ്ക്കാം. ദാ ഈ പാകത്തിനായിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായ ഞാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികളാണ് ഇവയെല്ലാം. 2 ക്യാരറ്റ്, 2 ചെറിയ സവോള, 1 ക്യാപ്സിക്കം. നമുക്ക് പച്ച ഗ്രീൻ പീസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അതുപോലെ ബീൻസ് വേണമെന്നവർക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. പച്ചക്കറികൾ നമ്മൾ ഇപ്രകാരം അരിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു. സവോളയും അതുപോലെ തന്നെ. 1 ക്യാപ്സിക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും വളരെ ചെറുതായിട്ട് ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിരിക്കുന്നു. ഇനി ഇവയെല്ലാം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. റൈസിൻ്റെ വെള്ളം വാർന്നു കഴിയുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഉരുളി സ്റ്റവിൽ വെച്ചിരിക്കുകയാണ്. ഉരുളി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കാഷ്യൂ വറുത്തെടുക്കാം. കാഷ്യൂ നന്നായി മൂത്തിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുത്ത് വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർ നല്ലപോലെ ഭക്ഷണം കഴിക്കും. ഇനി നമുക്ക് വെജിറ്റബിൾസിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വറുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂ കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നല്ലവണ്ണം പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. റൈസും വെജിറ്റബിളും നമ്മൾ ഉരുളയിൽ ചേർത്തിരിക്കുന്നു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇതാ റെഡി ആയിരിക്കുന്നു.